മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. റിസൾട്ട് സീസൺ കഴിഞ്ഞു. വിപണി ഒരു കൺസോൾട്ടേഷൻ മോഡിൽ നിൽക്കുന്നു. ഒരു ചെറിയ കറക്ഷൻ, ഒരു സാങ്കേതിക തിരുത്തൽ, അത് സ്വാഭാവികമായി വരുന്ന കാര്യമാണ്. അതും കഴിഞ്ഞു. ഏകദേശം വെള്ളിയാഴ്ചയോടുകൂടി മാർക്കറ്റ് വീണ്ടും തിരിച്ച് കരുത്ത് കാട്ടുന്ന സ്ഥിതിവിശേഷം കാണുന്നു. പൊതുവെ ഒരു അനുകൂല സമയമാണെന്ന് പറയാം. പ്രത്യേകിച്ചും രൂപ വീണ്ടും 63 താഴേക്ക് അല്ലെങ്കിൽ 62.50 ആ പരിസരത്ത് നിൽക്കുന്നത് മാത്രമാണ് ചെറിയൊരു ആശങ്ക ഉളവാക്കുന്ന ഘടകം. ബാക്കി പൊതുവെ കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായി വരുന്നു. എന്തായാലും വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, തീർച്ചയായും ഈ വർഷ അവസാനമാകുമ്പോഴേക്കും ഏതായാലും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ഈ വർഷം രേഖപ്പെടുത്തിയ ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്ത് മുന്നേറാനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത്? പ്രത്യേകിച്ചും ഡിസംബർ 18 ഇനിയൊരു റിസർവ് ബാങ്കിന്റെ ഒരു പോളിസി കൂടി ഈ വർഷം ബാക്കിയുണ്ട്. സാധ്യത കൂടുതൽ അതിനാണ്. പക്ഷേ അതിനു മുമ്പ് ഡിസംബർ 8 ഇലക്ഷൻ റിസൾട്ട് വരുന്നു. അതൊരു ക്രൂഷ്യൽ റിസൾട്ട് തന്നെയാണ്. ദെൻ ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് 2 ദിവസം വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ മാർക്കറ്റിൽ സംഭവിച്ചു. അതിൻ്റെ റീസൺ ടാപ്പറിംഗ് തന്നെയാണ്. അപ്പോൾ ന്യൂസ് ഡ്രിവൺ ആണ് മാർക്കറ്റ്. US എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. US ടാപ്പറിംഗ് മാർക്കറ്റിൽ വളരെ നെഗറ്റീവായി കൊണ്ടു. അതുപോലെ തന്നെ വ്യാഴാഴ്ച FISന്റെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു. FIS ഒരു ചെറിയ രീതിയിലെങ്കിലും സെല്ലിംഗ് സൈഡിലേക്ക് ക്യാഷ് മാർക്കറ്റിൽ മൂവ് ചെയ്തു. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിനെ ഇപ്പോഴും ആ ഒരു ഈ 6000 മുകളിൽ അല്ലെങ്കിൽ ആ 6200 മുകളിലേക്ക് മൂവ് ചെയ്യിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് FISന്റെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ. ആ പാർട്ടിസിപ്പേഷൻ എപ്പോൾ കുറയുന്നു ആ സമയത്ത് മാർക്കറ്റിൽ സെല്ലിംഗ് സംഭവിക്കുകയാണ്. എപ്പോഴും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും സെല്ലിംഗ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റ് പുതിയ ഹൈ കട്ട് ചെയ്യണമെങ്കിൽ 2 ന്യൂസ്. ഒന്ന്, RBI എടുക്കുന്ന മെഷർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ളൊരു സാഹചര്യം, അത് തീർച്ചയായിട്ടും മാർക്കറ്റ് പോസിറ്റീവായിട്ട് കാണും. ഈ ക്രൂഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ റിസൾട്ട് തന്നെയായിരിക്കും. ഇന്ത്യൻ ഇക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഈ വരുന്ന റിസൾട്ടായിരിക്കാം മാർക്കറ്റിൻ്റെ ഫർദർ മൂവ് നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ US നിന്ന് വരുന്ന ഇപ്പോൾ ബെറ്റർ ഇക്കണോമിക് ഡാറ്റ വരുന്നത് ചിലപ്പോൾ സ്റ്റിമുലസ് വിഡ്രോ ചെയ്യാം. ആ വിഡ്രോവിൽ വന്നാൽ ഇന്ത്യയിലേക്കുള്ള ഫണ്ട് ഫ്ലോ കുറയും എന്നുള്ളൊരു വിലയിരുത്തൽ, അതാണ് കഴിഞ്ഞ 2 ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ്. കാരണം ലാസ്റ്റ് മൂമെൻറ്റിലാണ് ഈ സെൽ ഓഫ് ഒക്കെ സംഭവിക്കുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് സംഭവിച്ചു. പക്ഷേ ഈ കറക്ഷൻ ആവശ്യമാണ് മാർക്കറ്റിൽ. കാരണം 5950 6000 എന്ന് പറയുന്ന ലെവൽ തന്നെയാണ് ഇപ്പോഴും ഒരു സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ടെക്നിക്കൽ സൈഡിൽ യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. ലാസ്റ്റ് 1 മന്തായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റീ എൻട്രി ലെവൽ എന്ന് പറയുന്നത് 5950 6000 എന്ന് പറയുന്നത് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 5800 850 എന്ന് പറയുന്നത്. ഈ 2 ലെവലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് അവരുടെ അറ്റൻഷൻ കൊണ്ടുപോകുന്ന ഒന്നായിരിക്കും. വീണ്ടും റിലീഫ് റാലികൾ സംഭവിക്കാം. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ചും ഡിസംബർ 8 വരെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ മൂവ് ചെയ്യാനാണ് സാധ്യത. 6200 250 300 എന്ന് പറയുന്ന 3 സ്റ്റേജാണ്. 200 250 300 എന്ന് പറയുന്ന ക്രൂഷ്യൽ ലെവലാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്താൽ വീണ്ടും ഫർദർ നമ്മൾ നേരത്തെ പറഞ്ഞ 6500 ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം. പക്ഷേ അതിന് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഡാറ്റകൾ ആവശ്യമാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് അനുകൂലമായി വരിക, US നിന്ന് ഇമ്മീഡിയറ്റ് ഈ വിഡ്രോവൽ ഉണ്ടാവില്ല എന്നുള്ള ന്യൂസ്, ഇത് രണ്ടും പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ സനൽ ഡിസംബറിനുള്ളിൽ മാർക്കറ്റ് പുതിയ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ, ഇപ്പോഴത്തെ ഇക്കണോമിക് സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സാധ്യത കുറവാണ്. ഇനി തന്നെ ഒരു വലിയ ഷാർപ്പ് കറക്ഷൻ വന്നാൽ തന്നെ ബ്രോക്കിംഗ് ഹൗസസിന്റെ അവസ്ഥ എന്താണ്? കാരണം ഈ ദീപാവലിക്ക് ശേഷം ഒരു പിക്കപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സനൽ, റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. നമുക്കറിയാം പല ബ്രോക്കിംഗ് ഹൗസസും ക്ലോസ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ഒന്നുകിൽ CDR കൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കുറവാണ്. നമ്മളിപ്പോഴും ഫ്രണ്ട് റൺ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിലൊന്നും ഒരു അപ്പ് മൂവ് വന്നിട്ടില്ല. അതിപ്പോഴും ഹ്യൂജ് ലോസിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രോഫിറ്റ്, അവരുടെ സ്റ്റോക്ക്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റോക്കുകൾ ഒരു പ്രോഫിറ്റിൽ വന്നെങ്കിൽ മാത്രമേ ഈ ബ്രോക്കിംഗ് ഹൗസസിന് നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊരു റവന്യൂ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. കാരണം റീറ്റെയിലാണ് ബ്രോക്കിംഗ് ഹൗസസിനെ മൂവ് ചെയ്യുന്നത്, എസ്പെഷ്യലി ചെറിയ ബ്രോക്കിംഗ് ഹൗസസിന്, ലൈക്ക് ഞങ്ങളുടെ ബ്രോക്കിംഗ് ഹൗസ് പോലെയുള്ള നോർമൽ ബ്രോക്കിംഗ് ഹൗസസിന്. വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇപ്പോൾ വലിയ ബ്രോക്കിംഗ് ഹൗസിനെ സംബന്ധിച്ച് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിസിനസ് ഉണ്ട്, അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ട്. പക്ഷേ അവർ തന്നെ എന്താ ചെയ്യുന്നത്, റീറ്റെയിൽ
പാർട്ടിസിപ്പേഷൻ കുറയുന്നതുകൊണ്ട് അവർ തന്നെ ബ്രാഞ്ചസ് ക്ലോസ് ഡൗൺ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം മുൻപ് സാധാരണ എപ്പോഴും വിപണിയിൽ ഈ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും പുതിയ ഹൈ കട്ട് ചെയ്യുന്നു, സെൻസെക്സും നിഫ്റ്റിയും പുതിയ ഉയരങ്ങളിൽ, ഇത്തരം വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും കുറച്ച് പേർ വിപണിയിലേക്ക് വരാൻ സാധ്യതയുള്ളവരുണ്ട്. ഇത്തവണ അങ്ങനെ ഒരു സർജ് അതുണ്ടായി. ഞാൻ പറഞ്ഞു വളരെയധികം കോൾ വരുന്നുണ്ട്. കാരണം മാർക്കറ്റ് പുതിയ എൻക്വയറീസ് ഉണ്ട്. പക്ഷെ എൻക്വയറി വന്നെങ്കിലും വളരെ ആക്റ്റീവ് ആയിട്ടുള്ളൊരു പഴയ ക്ലയൻസ്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു ഹൈ കട്ട് ചെയ്യുമ്പോൾ നോർമലി എല്ലാ പഴയ ക്ലയൻസും ആക്റ്റീവ് ആകും. അത് സംഭവിച്ചിട്ടില്ല. അതേസമയത്ത് പുതിയ എൻക്വയറീസ് വളരെയധികം വരുന്നുണ്ട്. കാരണം മീഡിയ ആ ഹൈലൈറ്റ് ദീപാവലിയോടുകൂടി വളരെയധികം ഹൈലൈറ്റ് ചെയ്ത സമയത്ത് വളരെയധികം എൻക്വയറി വരുന്നുണ്ട്. പക്ഷേ ബ്രോക്കിംഗ് ഹൗസസ് പറഞ്ഞല്ലോ പാർട്ടിസിപ്പേഷൻ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ബിസിനസ് അപ്മൂവ് ഈ ഒരു ഹൈ കട്ട് ചെയ്തുകൊണ്ട് ബ്രോക്കിംഗ് ഹൗസസിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ എക്സ്പീരിയൻസിൽ. മറ്റൊന്ന് ഏത് ഓഹരികളാണ് ഈ സാഹചര്യത്തിൽ പരിഗണിക്കുന്നത്? അല്ല, ഞാൻ എപ്പോഴും ഫ്രണ്ട് ആൻഡ് സ്റ്റോക്ക് തന്നെയാണ്. അതിനകത്ത് ഓട്ടോമൊബൈൽ സെക്ടർ നല്ലതാണ്. ഇപ്പോൾ സ്റ്റീൽ സെക്ടർ വളരെ പോസിറ്റീവാണെന്ന് പക്ഷേ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഓരോ സമയത്ത് ഓരോ ഡാറ്റകൾ വരികയാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് 2 വീക്സ് ബാക്ക് ചൈനയിൽ നിന്ന് വളരെ ബെറ്റർ ആയിട്ടുള്ള എക്കണോമിക് ഡാറ്റ വന്നു. അതിൻ്റെ റിഫ്ലക്ഷനിലാണ് മെറ്റൽ സെക്ടറൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള മൂവ് ചെയ്തു. എന്നാൽ 2 ദിവസം മുമ്പ് വന്ന ഡാറ്റ മോശമാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിലേക്ക് അത് പോയി. പക്ഷെ ഓരോ ഡാറ്റയ്ക്ക് അനുസരിച്ച് മാർക്കറ്റിൽ ഇമ്മീഡിയറ്റ് മൂവ്മെൻറ്റ് നിശ്ചയിക്കും. ഇപ്പോൾ ടാപ്പറിങ് ഇതൊക്കെയാണല്ലോ ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ നെഗറ്റീവായി. ചുരുക്കത്തിൽ ഫ്രണ്ട് റൺ സ്റ്റോക്സ് ഡിപ്പിൽ വാങ്ങുക എന്നത് ഇപ്പോഴത്തെ ഫോർ ടൈം ബീയിങ് അടുത്തൊരു ഇലക്ഷൻ വരെ. കാരണം ഫ്രണ്ട് റൺ സ്റ്റോക്കിലാണ് ഈ മൂവ്മെന്റ് വരിക. 200-300 പോയിന്റ്സ് അപ്സ് ആൻഡ് ഡൗൺസ് മാർക്കറ്റിൽ സംഭവിക്കും. ബാങ്കിങ്, ഓട്ടോമൊബൈൽ, സ്റ്റീൽ, FMCG, IT സെക്ടറിലേക്ക് തന്നെ അതിലും ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റിൽ ലൈവായി നിൽക്കുക. കാരണം സ്റ്റോക്ക് മേടിച്ച് മറക്കേണ്ട സമയമല്ല. അടുത്ത ഇലക്ഷൻ, സെൻട്രൽ മിനിസ്ട്രിയുടെ ഇലക്ഷൻ വരെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ ഫ്രണ്ട് റൺ സ്റ്റോക്കിലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ അവസരം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സജസ്റ്റ് ചെയ്യാവുന്ന സെക്ടർ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ, ബാങ്ക്, അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നു. കാരണം അതിൻ്റെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ, സ്റ്റീൽ അടുത്ത കറക്ഷനിൽ ഈ സെഗ്മെൻറ്റിലൊക്കെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ IT സെക്ടറും ചെറിയ രീതിയിലുള്ള കറക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സെക്ടറിൽ തന്നെയായിരിക്കും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോകേണ്ടത് അടുത്ത സെൻട്രൽ ഇലക്ഷൻ വരുന്നത് വരെ. അതുപോലെ തന്നെ വളരെ ലൈവായി മാർക്കറ്റിൽ നിൽക്കുക. ഓരോ ഓപ്പർച്യൂണിറ്റി ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും അത് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള നോളജ്, അതിനുള്ള ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഇനി അങ്ങോട്ടുള്ള അടുത്തൊരു 6 മന്ത്സിന് വളരെ അത്യാവശ്യമാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് സംശയങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ ദുബായിൽ നിന്നും ആത്തിഫ് മുഹമ്മദ് മാട്ടൂൽ, അദ്ദേഹത്തിൻ്റെ ചില ഓഹരികൾ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇപ്പോഴത്തെ സ്റ്റാറ്റസാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് യെസ് ബാങ്ക് ഉണ്ട് 500 എണ്ണം. വാങ്ങിയ വില 354 രൂപയാണ്. ഗീതാഞ്ജലി ജംസ് 66 രൂപ 80 പൈസയിൽ വാങ്ങിയിരിക്കുന്നു. നമുക്കറിയാം വലിയ ഉയർച്ചകളിൽ നിന്നും താഴേക്ക് പോകുന്ന ഓഹരിയാണ് ഗീതാഞ്ജലി ജംസ്. മറ്റൊന്ന് ഫെഡറൽ ബാങ്കാണ് 82 രൂപ നിലവാരത്തിൽ 500 എണ്ണം വാങ്ങിയിരിക്കുന്നു. സുസ്ലോൺ എനർജി 10 രൂപയ്ക്ക് 4000 എണ്ണം വാങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഒരു ചാൻസ് എടുത്തതുപോലെ തോന്നുന്നു. മണപ്പുറം ഫിനാൻസ് കേരളത്തിൽ നിന്നുള്ള കമ്പനി 15 രൂപ 50 പൈസ. വളരെ മികച്ച പ്രവർത്തന ഫലമായിരുന്നു മണപ്പുറം കാഴ്ചവെച്ചത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ടു മീഡിയം ടൈം ഇതിൽ യെസ് ബാങ്ക് എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 350, 325 ഇപ്പോഴത്തെ രീതിയിൽ ലാസ്റ്റ് ഈ വീക്ക് തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിച്ചിരുന്നു. ഫ്രൈഡേയോട് കൂടി ചെറിയ ബൗൺസ് ബാക്ക് സംഭവിച്ചു. അഗൈൻ 350 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ഒരു മൈനർ സപ്പോർട്ടാണ്. ആ ഒരു 350 ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 325, 330 എന്ന് പറയുന്ന ലെവൽ വീണ്ടും റീ എൻട്രി ചെയ്യാവുന്ന ഒരു ലെവൽ തന്നെയാണ്. അതൊരു സ്ട്രോങ് ബൈയിങ് ലെവൽ തന്നെയാണ്. 400 ആണ് ഈ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യാം. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം 400 ലെവൽ വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക. വീണ്ടും റീ എൻട്രി ചെയ്യുന്ന ഒരു ഷോർട്ട് ടൈം വ്യൂ ആണ് ഞാൻ പറയുന്നത്. അടുത്തൊരു 6 മന്ത്സ് വ്യൂ എന്ന് പറയുന്നത്. ലോങ് ടൈം വ്യൂവിൽ യെസ് ബാങ്ക് വളരെ നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ഗീതാഞ്ജലി ജെംസ് കുറേയധികം പ്രശ്നങ്ങൾ, ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ സ്റ്റോക്ക് വളരെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചു. അപ്പോൾ റിസ്ക് എടുക്കാവുന്ന നിക്ഷേപരെ സംബന്ധിച്ച് 51 and 45 ലെവൽ വരികയാണെങ്കിൽ ഒരു ചാൻസ് എടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 64 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഫെഡറൽ ബാങ്ക് ആണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 74 and 68 ഒരു സേഫർ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ബിലോ 70 ആണ്. 74 മാർക്കറ്റിൽ വീണ്ടും ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 74 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ ഒരു ട്രേഡിംഗ് പ്രോസ്പെക്റ്റീവിലാണെങ്കിൽ 74 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആ ഒരു ലെവൽ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈ ഇനിഷ്യേറ്റ് ചെയ്യുക. അതേസമയം 74 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ബിലോ 70ലേക്ക് സ്റ്റോക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ 84 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മണപ്പുറം ഫൈനാൻസ്
ഒരു ലോങ് ടൈം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഷ്യൻസ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിക്ഷേപകർ കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. 14 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ 11 ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 14 ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു 1.5 വർഷം ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു റിയൽ റിട്ടേൺ തരാനുള്ള സാധ്യതയുള്ളൂ. 20 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫണ്ടമെന്റലി സ്റ്റോക്കുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ സേഫായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണെന്നല്ല, കുറച്ചുകൂടെ മാർക്കറ്റിൽ ലൈവായി നിൽക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും യെസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകൾ കുറച്ച് ആക്റ്റീവായി നിൽക്കുകയാണെങ്കിൽ അടുത്തൊരു ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി വീണ്ടും റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. മാർക്കറ്റിൽ വീണ്ടും ഒരു ഹൈ വരാനുള്ള ഒരു സാധ്യതയും അതുപോലെ തന്നെ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ വരാനുള്ള സാധ്യതയും 6 മാസത്തിനുള്ളിൽ കൂടുതലാണ്. അപ്പോൾ ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മോഹനൻ നായർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ എക്സിറ്റ് ലെവലുകൾ ചോദിച്ചിരിക്കുന്നത് ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, റിലയൻസ് ക്യാപിറ്റൽ, SBI, ആക്സിസ് ബാങ്ക്, L&T, V-Guard എല്ലാം വളരെ മികച്ച പോർട്ട്ഫോളിയോ ആണ്. പ്രത്യേകിച്ചും ഹിൻഡാൽകോ ആണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം താഴെ വന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടാവാം. പ്രത്യേകിച്ചും ബിർളയ്ക്കെതിരെ, കുമാരമംഗലം ബിർളയ്ക്കെതിരെ ആരോപണങ്ങൾ വരികയും ഒക്കെ ചെയ്തപ്പോൾ ഒന്ന് താഴെ വന്നു 110 ലെവലിലും താഴെ പോയിരുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, മേ ഐ സെൽ ഓൾ ദി സ്റ്റോക്സ് ബിഫോർ ഇലക്ഷൻ ആൻഡ് വെയിറ്റ് ഫോർ കറക്ഷൻ? ആ ചോദ്യം അദ്ദേഹത്തിന് മാത്രമല്ല ധാരാളം പ്രേക്ഷകരുടെയും അല്ലെങ്കിൽ നിക്ഷേപകരുടെയും സംശയമാണ്. അല്ല, തീർച്ചയായിട്ടും ഈ എലക്ഷൻ എന്നുള്ള ഒരു ടാർഗറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റോക്കിൽ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക്, മോഹൻ നായരുടെ സ്റ്റോക്കുകളൊക്കെ തന്നെ എല്ലാം ഫ്രണ്ട് റൺ സ്റ്റോക്ക് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇലക്ഷന് മുമ്പല്ല, മാർക്കറ്റിൽ അടുത്തൊരു ഹൈ വരുമ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റ് ആണെന്ന് തോന്നുന്നൊരവസരം നമ്മുടെ മനസ്സ് പറയുന്നത് അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇലക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അതിന് മുമ്പ് ചിലപ്പോൾ ഒരു ഹൈ വരാം, ഇലക്ഷന് ശേഷം ചിലപ്പോൾ മാർക്കറ്റിൽ മാൻഡേറ്റ് പോലെ ഇരിക്കും അതിൻ്റെ ഒരു ഹൈ ലോ എന്ന്. എന്തായാലും മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള അപ്പ് മൂവ് വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറുക. വീണ്ടും കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കും, അവസരം നമ്മൾക്ക് തരും. വൺ സൈഡ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യില്ല, വൺ സൈഡായിട്ട് കറക്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഹിൻഡാൽകോ 115, 105 എന്ന് പറയുന്ന 2 സപ്പോർട്ട് ലെവലാണ്. വീണ്ടും ഇദ്ദേഹം ഈ സ്റ്റോക്കിൽ ഇതുപോലെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിക്കുകയാണ്. ഈ സ്റ്റോക്കിൽ വീണ്ടും റീ എൻട്രി ചെയ്യുക. 140 ലെവലിലേക്ക്, 136, 140 ലെവലിലേക്ക് വരികയാണെങ്കിൽ എലക്ഷൻ എന്നുള്ളൊരു ടാർഗറ്റ് വെക്കാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് 136, 140 ലെവൽ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുക. അടുത്ത എൻട്രിക്ക് വേണ്ടി നമ്മൾ കുറച്ച് പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ് നല്ലത്. അതേപോലെ തന്നെ ടാറ്റ സ്റ്റീൽ 360 and 320 2 സപ്പോർട്ട് ലെവലാണ്. 400 ലെവൽ വരുമ്പോൾ 400 to 420 എന്ന് പറയുന്ന ലെവലാണ് ഒരു മേജർ 2 റെസിസ്റ്റൻസ് ആണ് ടാറ്റ സ്റ്റീലിൽ. ആ ഒരു ലെവൽ വരുമ്പോൾ ആ സ്റ്റോക്കിൽ നിന്ന് ഫോർ ടൈം ബീങ് എക്സിറ്റ് ചെയ്ത് മാറുക. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്കിൽ ഒരു ടാർഗറ്റ് വയ്ക്കുന്നതായിരിക്കും നമ്മൾക്ക് നല്ലത്. ദെൻ റിലയൻസ് ക്യാപിറ്റലാണ്. റിലയൻസ് ക്യാപിറ്റൽ 340 and 300 2 സപ്പോർട്ട് ലെവലാണ്. 390 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ലോങ് ടൈം വ്യൂവിൽ ഈ സ്റ്റോക്ക് മേടിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. 1600. ദെൻ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 1460 എന്ന് പറയുന്ന ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു ലെവൽ വരും എന്നോർത്ത് ഇൻവെസ്റ്റേഴ്സ്, ഈ ഒരു ടാർഗറ്റ് അല്ല ഒരിക്കലും, ഈ ബിലോ 1500 എന്ന് പറയുന്ന ഒരിക്കലും ഒരു ടാർഗറ്റ് അല്ല. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു വലിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. സാധ്യത വളരെ കുറവാണ്. അതേസമയം എന്തെങ്കിലും വളരെ മോശം നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ആ ഒരു അവസരത്തിലേക്ക് വരാം. ഇവിടെ 2 ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് 1600 ആണ്. ദെൻ 1900 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ആക്സിസ് ബാങ്ക് ആണ് 1050, 950. 950 വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 1050 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. അത് ഒരു റീ എൻട്രി ചെയ്യാവുന്ന ഒരു ലെവൽ തന്നെയാണ്. ഈ സ്റ്റോക്ക് ആക്സിസ് ബാങ്ക്, പ്രത്യേകിച്ചും ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക്, ഹിൻഡാൽകോ പോലെയുള്ള സ്റ്റോക്കുകൾ മറ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്നതാണ്. 1300 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ആക്സിസ് ബാങ്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുക. അതിന് മുകളിലേക്ക് പോകാം, പക്ഷേ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിച്ച് നമ്മൾ വെയിറ്റ് ചെയ്താൽ വീണ്ടും ആ സ്റ്റോക്ക് താഴെ കിട്ടും. അപ്പോൾ 1300 ആയിരിക്കണം ആക്സിസ് ബാങ്കിൻ്റെ അടുത്തൊരു ടാർഗറ്റ്. മാർക്കറ്റ് ഒരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 1300 വരാം, അതൊരു എക്സിറ്റ് പോയിന്റ് ആണ്. ദെൻ ലാസൻ ആൻഡ് ടൂബ്രോ ആണ് 940 and 880. 940 എന്ന് പറയുന്ന ഒരു മൈനർ സപ്പോർട്ട് സോൺ ആണ്. മാർക്കറ്റിൽ ഒരു ഷാർപ്പ് കറക്ഷൻ വരികയാണെങ്കിൽ 880 ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതൊരു വലിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കാണുക. L&Tയിൽ 1020 ആണ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 1020 ഒരു എക്സിറ്റ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുക. ദെൻ V-Guard ആണ് 450, 420 2 സപ്പോർട്ട് ലെവലാണ്. 520 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന
റെസിസ്റ്റൻസ് ലാസ്റ്റ് റിസൾട്ട് കുറച്ച് മോശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് ഈ ഒരു ലെവൽ മൂവ് ചെയ്യുന്നത്. അതേ സമയത്ത് മോശം റിസൾട്ട് വന്നിട്ടും വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിൽ സംഭവിച്ചിട്ടില്ല. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ആ സ്റ്റോക്ക് വീണ്ടും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ്. 520 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോയെ സംബന്ധിച്ച് കുറച്ചുകൂടെ മാർക്കറ്റിൽ നമ്മൾ ലൈവായി നിൽക്കുക എന്നുള്ളതാണ്. ഈ ഒരു ടാർഗറ്റ് വരുമ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ മൂവ് സ്റ്റഡി ചെയ്ത് മാർക്കറ്റിൽ ആക്റ്റീവായി നിൽക്കുക എന്നുള്ളതാണ്. അടുത്തൊരു 6 മാസത്തിനുള്ളിൽ 4-5 ബൈയിങ്ങും സെല്ലിങ്ങും ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. എപ്പോഴും ചോദിക്കുന്നത് പോലെ ചില മേഖലകൾ, പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് മേഖല, ദർബാരിലാൽ ഫൗണ്ടേഷൻ എന്ന DLF വളരെ താഴെ കിടക്കുന്നു. ഏകദേശം 180 രൂപയുടെ നിലവാരത്തിൽ തന്നെ നിൽക്കുന്നു. കുറച്ചുനാൾ മുമ്പ് ഒരു 200 രൂപയുടെ പരിസരങ്ങളിൽ 210-220 നിന്നതാണ്. ഇപ്പോൾ വളരെ താഴെയാണ് നിൽക്കുന്നത്. മറ്റൊന്ന് യൂണിടെക്, രണ്ടാമത്തെ ഏറ്റവും വലുത് DLF ആണെങ്കിൽ രണ്ടാമത്തേത് യൂണിടെക് ആണ്. അവരും കേസും പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്നു. അതും ഏകദേശം 17 രൂപയിൽ നിൽക്കുന്നു. ഒന്ന് ഒരു മൊമെൻറ്റം കിട്ടും, 1 രൂപയോളം കൂടും, വീണ്ടും 1 രൂപയോളം താഴും, 16 രൂപയ്ക്ക് താഴെ പോകുന്നുമില്ല. ഇതാണ് യൂണിടെക്കിൻ്റെ അവസ്ഥ. ഈ രണ്ട് ഓഹരികളും നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള നിരവധി നിക്ഷേപകരുടെ സ്ഥിരം ഡാർലിംഗ് ആണ്. ഈ ഓഹരികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ വാങ്ങാൻ അനുയോജ്യമാണോ? തീർച്ചയായിട്ടും, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഈ രണ്ട് സ്റ്റോക്കും വാല്യുവേഷൻ ഫെയർ ആണ്. അറിയാമല്ലോ, ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കുറേയധികം ബേർഡൻ ഈ കമ്പനികളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ സ്റ്റോക്ക് ഇപ്പോഴും. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡൊമസ്റ്റിക് ആണെങ്കിലും FIs ആണെങ്കിലും മാർക്കറ്റിൽ ആക്റ്റീവ് ട്രേഡിങ്ങിലാണ്. ചില ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ഒരു 10-15% പ്രോഫിറ്റ് കിട്ടുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ ഇവരുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് മാത്രമാണ് ഫോക്കസ് പോയിരിക്കുന്നത്. ഒരു റിയൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ, അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ആക്റ്റീവ് ആവുക, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമാണ് DLF പോലെയും യൂണിടെക് പോലെയുള്ള മിഡ് ക്യാപ് സ്റ്റോക്കിലൊക്കെ തന്നെ ലാർജ് ക്യാപ്പിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ മാത്രമേ ഈ സ്റ്റോക്കിൽ ഒരു അപ്മൂവ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ DLFലും അതുപോലെ യൂണിടെക് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകരൊക്കെ തന്നെ അടുത്തൊരു 1 year ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും നല്ലത്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കുകളിൽ വളരെയധികം കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 1 year ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 60-70% റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ കൂടുതലാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവ് ആകുക എന്നുള്ളതും അതുപോലെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുക, ഈ രണ്ട് പാർട്ടിസിപ്പേഷൻ വരികയാണെങ്കിൽ മാത്രമേ അത് വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ഒരു മൊമെന്റത്തിൽ എല്ലാ ഒരുമാതിരി ഫാർമ മുതൽ ക്യാപിറ്റൽ ഗുഡ്സ്, മറ്റ് സെക്ടറുകൾ, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഒന്ന് മൂവ് ചെയ്തു. അതിൽ മൂവ് ചെയ്യാതെ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റ്, എന്നാൽ വില വളരെയധികം താഴെയും നിൽക്കുന്ന ചില സെഗ്മെന്റാണ്, ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റാണ് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ്. അതിലിപ്പോൾ യൂണിടെക്, DLF, ഇന്ത്യാബുൾസ് റിയൽ എസ്റ്റേറ്റ്, എനിക്ക് തോന്നുന്നു ശോഭ ഡെവലപ്പേഴ്സ് മാത്രമാണ് അതിലൊന്ന് പെർഫോം ചെയ്തത്. ഒരുപക്ഷെ ഗോദ്രേജ് പ്രോപ്പർട്ടീസും. പക്ഷേ ഈ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് പോലും അവരുടെ വാല്യൂവിനേക്കാളും ഏറെ താഴെയാണ്. അപ്പോൾ മുൻ മാസങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഇതെല്ലാം താഴെയാണ്. അപ്പോൾ ഇതിലൊരു അവസരം ആക്കേണ്ടത്, കാരണം നിക്ഷേപകർ മറ്റു ഓഹരികളുടെ പിന്നാലെ പോകുന്നതിന് പകരം ഇതിലൊരു സാധ്യത കാണുന്നില്ല. അത് പേഷ്യൻസോട് കൂടി ഒരു ഇൻവെസ്റ്റ്മെന്റ്. കാരണം അവിടെ ഞാൻ പറഞ്ഞത് ഡൗൺ സൈഡ് റിസ്ക് ഇല്ല. ഈ ചെറിയ എക്സ്പോഷർ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളിൽ നല്ലതാണ്. കാരണം എപ്പോഴും ഡിമാൻഡ് സപ്ലൈ ആണല്ലോ ഇതിനെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ സെക്ടറിലേക്ക് ഒരു ഡിമാൻഡ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ വളരെ ഷാർപ്പായുള്ളൊരു മൂവ് ആയിരിക്കും. നമ്മൾ നോർമലി എന്താ ചേസ് ചെയ്യും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ വാങ്ങാൻ പറ്റിയ അനുയോജ്യമായ സമയമാണെന്നാണ് ഭുവനേന്ദ്രൻ. ഇപ്പോൾ ഗോദ്രേജ് ആണെങ്കിലും അതുപോലെ നമ്മൾ DLF ആണെങ്കിലും യൂണിടെക് ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്, ഡൗൺ സൈഡ് റിസ്ക് കുറവാണ്. പക്ഷെ ഇങ്ങനെയുള്ള അവസരത്തിൽ ഒന്നും ഇൻവെസ്റ്റേഴ്സ് മേടിക്കില്ല സനൽ. അതാണ് ഈ DLF 300 ആയാൽ വളരെ ആക്റ്റീവായിട്ട് ആളുകൾ വരും. പക്ഷെ അതാണ് തെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളത് ഓരോ ഇൻവെസ്റ്ററും പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണത്. ഏറ്റവും ലോവർ വാല്യൂവിൽ, ഫെയർ വാല്യൂവിൽ സ്റ്റോക്ക് നിൽക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, ഏറ്റവും നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ള പാഠം പഠിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരിക്കലും റിട്ടേൺ നൽകില്ല. ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാറായി. തീർച്ചയായും ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും വിപണി അല്പം ഉയർന്നു നിൽക്കുന്നു, എല്ലാ സെഗ്മെന്റിലും വലിയ വർധന അല്ലെങ്കിൽ നല്ലൊരു മൊമെന്റം കിട്ടി. ഈ സാഹചര്യത്തിൽ ഇപ്പോഴും അനങ്ങാതെ നിൽക്കുന്ന ചില ഓഹരികൾ അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റ് ആയിരിക്കും. റിയൽ എസ്റ്റേറ്റിൽ ഒരു പിടി മുൻനിര വലിയ ലാർജ്
ക്യാപ് സ്റ്റോക്കുകളുണ്ട്. അത്തരം ഓഹരികൾ, മിഡ് ക്യാപ്പ് ഓഹരികൾ ഇതെല്ലാം ഈ സാഹചര്യത്തിൽ അനുയോജ്യമാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കമ്പനികളിൽ ഒബ്റോയ് റിയാലിറ്റി എന്ന് പറയുന്ന കമ്പനി ഒഴിച്ച് ബാക്കി എല്ലാ കമ്പനികൾക്കും അത്യാവശ്യം കടമുണ്ട്, ബാങ്ക് കടമുണ്ട്. അത് സ്വാഭാവികമാണ്. റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് കടം വരിക എന്ന് പറയുന്നത് അത്ര മോശം കാര്യമല്ല. പക്ഷേ ചില കമ്പനികൾക്ക് വലിയ ഭാരിച്ച കടമുണ്ട്, പ്രത്യേകിച്ചും യൂണിറ്റെക് പോലെയുള്ള കമ്പനികൾക്ക്. പക്ഷേ അവർ അതും തീർത്ത് സെറ്റിൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒബ്റോയ് റിയാലിറ്റിക്ക് മാത്രമേ കടം തീർന്ന കടരഹിത കമ്പനിയായി നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച DLF, ശോഭ ഡെവലപ്പേഴ്സ്, യൂണിറ്റെക്കും ഇപ്പോൾ താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് യൂണിറ്റെക്കും, അതുപോലെ തന്നെ മറ്റ് ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ കമ്പനികളെല്ലാം ഒരു മൊമെന്റം പ്ലേ എന്നുള്ള നിലയ്ക്ക് അടുത്ത മൊമെന്റം റിയൽ എസ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ വിദേശ ഫണ്ടുകൾ, വിദേശ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ഓഹരി വാങ്ങാം എന്നുള്ള നിയമം വരികയാണെങ്കിൽ ഈ ഓഹരികളിലെല്ലാം വലിയൊരു കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം. ഇത്തരം ഓഹരികളിൽ ഈ സാഹചര്യത്തിൽ നിക്ഷേപം അനുയോജ്യമാണെന്നാണ് ഭുവനേന്ദ്രന് പറയുന്നത്. ഒറ്റ കാര്യം, ഈ കമ്പനികൾക്ക് വലിയ രീതിയിൽ കടം ഉണ്ട്. വിപണിയെക്കുറിച്ചും ഓഹരികളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതാം. investment@asianetnews.in അയക്കാം. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.